നമസ്കാരം. മലയാള കവിതാ ചക്രവാളത്തെ ശോണിമ പുതപ്പിച്ച വൈകാരിക ഭാവുകത്വത്തോടൊപ്പം സൈദ്ധാന്തിക സമവാക്യങ്ങൾക്ക് കൂടി കവിതയിൽ ഇടം നൽകിയ മൺമറഞ്ഞുപോയ മഹാകവി ശ്രീ വയലാർ രാമവർമ്മയുടെ എൻ്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന കവിത. ഞാനെൻ്റെ വൽമീകത്തിലിത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചഞ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായുണർത്തുവാൻ, അന്തരിന്ദ്രിയനാഭി പത്മത്തിനുള്ളിൽ പ്രാണസ്പന്ദങ്ങൾ സ്വരൂപിച്ച് വിശ്വരൂപങ്ങൾ തീർക്കാൻ, അവയും ഞാനും തമ്മിലൊന്നാവാൻ, യുഗചക്രഭ്രമണപഥങ്ങളിൽ ഉഷസ്സായി നൃത്തം വയ്ക്കാൻ, ഞാൻ എൻ്റെ വൽമീകത്തിലിത്തിരി നേരം ധ്യാനലീനനായിരുന്നു പോയി മനസ്സിൻ സർഗധ്യാനം. ഉടവാളുരുക്കി ഞാൻ വീണ തീർത്തത് നാവിലുറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല, കാറ്റടിച്ചിളക്കുന്ന കാലത്തിൻ ധീരസ്വരം, മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ. മനുഷ്യ മസ്തിഷ്കത്തോടല്ല, മാംസത്തോടല്ല, മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കൂ. പടവാളിനെക്കാളും വീണക്കേ വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ. പടവാളിനെക്കാളും വീണക്കേ വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ. നാലുകെട്ടുകൾക്കുള്ളിൽ പൂർവികരുടെ പടവാളിനു പൂവർച്ചിച്ച പൂണൂലിൻ പാരമ്പര്യം അവയോടൊപ്പം വലിച്ചെറിഞ്ഞു മനുഷ്യന്റെ കവിയായി ദശാബ്ദങ്ങൾ പിന്നിട്ടു വരുന്നു ഞാൻ. ഉടഞ്ഞുകിടക്കുന്ന വിഗ്രഹങ്ങളെ, മണ്ണോടടിഞ്ഞു തകരുന്ന ഞാനെന്ന ഭാവങ്ങളെ നഗ്നപാതനായി പിന്നിട്ടെത്തി ഞാൻ ആത്മാവിലെ ഭദ്രദീപത്തിൻ പട്ടുനൂൽ തിരികെടുത്താതെ. ഞാൻ എൻ്റെ വൽമീകത്തിലിത്തിരി നേരം ധ്യാനലീനനായിരുന്നപ്പോൾ ശബ്ദമുണ്ടാക്കി നിങ്ങൾ ദന്തഗോപുരമെന്ന് പേരിട്ടു. രക്തത്തിൻ്റെ ഗന്ധമുള്ളൊരീ കൊച്ചു വൽമീകത്തിനു നിങ്ങൾ മൺകുടങ്ങളിൽ ഭൂതത്താന്മാരെ അടയ്ക്കുന്ന മന്ത്രശക്തിയുമായി കാലത്തിൻ കടൽക്കരെ കല്ലെറിഞ്ഞുടയ്ക്കുവാൻ വന്നു നിൽക്കുന്നു ശൈലീ വല്ലഭന്മാരാം നിങ്ങൾ പൊയ്മുഖങ്ങളുമായി. എറിഞ്ഞാലുടയില്ല മന്ത്രാസ്ത്ര നിരവാരിച്ചൊരിഞ്ഞാൽ മുറിയില്ലീ മൺപുറ്റിൻ രോമം പോലും. അറിയില്ലെങ്കിൽ ചെന്ന് ചോദിക്കൂ മനസ്സിലെ മറവിയുറക്കിയ മൗനത്തോടെന്നെപ്പറ്റി. അനുഭൂതികൾ വന്ന് വിരൽ തൊട്ടുണർത്തുമ്പോൾ അവയോടന്വേഷിക്കൂ കവിയാമെന്നെപ്പറ്റി. അകത്തെ ചിപ്പിക്കുള്ളിൽ സ്വപ്നത്തിൻ മുത്തുണ്ടെങ്കിൽ അതിനോടന്വേഷിച്ചാൽ അറിയാമെന്നെപ്പറ്റി. നാളത്തെ പ്രഭാതത്തിൻ സിന്ദൂരാരുണജ്വാലാനാളങ്ങൾ പറയുമീ തീയിൻ്റെ ഇതിഹാസം. വിരിയും വൈശാഖത്തിൻ പത്മരാഗങ്ങൾ നാളെ പറയും ചോദിച്ചാലീ പൂവിൻ്റെ ഇതിഹാസം.
ചോദിക്കാൻ അറിയുവാൻ മടിയാണെങ്കിൽ നിങ്ങളീ ദിനരാത്രങ്ങൾ തൻ വെളിച്ചങ്ങളിലൂടെ നഗ്നപാതരായ എൻ്റെ ദന്തഗോപുരത്തിലേക്കെത്തുക. വരവേൽക്കാൻ വാതിൽക്കലുണ്ടാവും ഞാൻ എൻ്റെ വൽമീകത്തിലിത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല. നന്ദി.